Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുഴുങ്ങിയ മുട്ടയും അര കപ്പ് അരിപ്പൊടിയും വെച്ച് തയ്യാറാക്കിയുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണം. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ വലിയ 2 സവോള ഇതുപോലെ സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അവസാനം കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സവോള നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഞെരടി തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സവോളയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. മാത്രമല്ല സവോള നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് തന്നെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു സവോളയിലേക്ക് ഈ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെയാകുമ്പോൾ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പച്ചമുളകും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മുട്ടയും സവോളയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു പകുതിയോളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും. ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ വെറും 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഈ മാവ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് വേണ്ടത്, എങ്കിലേ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ കഴിയുള്ളൂ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ അരിപ്പൊടിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ കണക്ക് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ നല്ല പോലെ കുഴച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ലേറ്റൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിതിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു മുഴുവൻ മാവും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലൊക്കെ ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് 2 വശവും മൊരിയിച്ചെടുക്കുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന അത്രയും സമയം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വശവും നന്നായിട്ട് തന്നെ മൊരിയിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ ഒരു റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല കിഡിലൻ ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്